ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മള് രണ്ടാമത്തെ ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. നമ്മുടെ 3ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 4ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ ക്ലാസ്, അതും നമ്മുടെ മലയാളത്തിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് അല്ലെ. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നല്ല അടിപൊളി മാജിക് ഒക്കെ കണ്ട് നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. എല്ലാവർക്കും ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടി അല്ലെ. എന്തൊക്കെ കിട്ടി? നക്ഷത്രങ്ങൾ കിട്ടി, പൂമ്പാറ്റകളെ കിട്ടി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബെൽ 2.0യുടെ അടുത്തൊരു വർക്ക്ഷീറ്റ് വീഡിയോയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് കടന്നു പോവാം. അതുപോലെ തന്നെ ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ടീച്ചറുടെ പേര് ടീച്ചർ പറഞ്ഞു തന്നു അല്ലെ. അതുപോലെ നിങ്ങളോട് നിങ്ങളുടെ പേരും അല്ല ഈ രീതിയിൽ പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു. ടീച്ചർ എന്ത് രീതി ഉപയോഗിച്ചേ? ടീച്ചറുടെ പേരെന്തായിരുന്നു? യെസ്, റീച്ച എന്നായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ടീച്ചർ എന്താ ചെയ്തേ? ടീച്ചർ ആദ്യം പറഞ്ഞു മറീനയിലുണ്ട്, മദീനയിലില്ല. ഇങ്ങനെ പറഞ്ഞപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? മറീനയിലുണ്ട് അല്ലെ, അപ്പൊ മായും റീയും ഞായും, എന്നാ മദീനയിൽ ഇല്ല. ഓക്കെ, അപ്പോ മദീനയിൽ എന്ന് പറയുമ്പോ മാ ഇല്ല, ദീ ഇല്ല, നായില്ല, അതല്ലേ അതിന്റെ അർത്ഥം. മദീനയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മായും ഇല്ല, ദീയും ഇല്ല, നായും ഇല്ല. മറീനയിൽ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മായും ഇല്ല, നായും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി മദീനയിൽ. അപ്പൊ പിന്നെ മറീനയിൽ ബാക്കി എന്താ ഉള്ളത്? റീ ആണ് ബാക്കിയുള്ളത്. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പൊ റീ നമുക്ക് കിട്ടി. ആൻഡ് വീണ്ടും നെക്സ്റ്റ് പറഞ്ഞു ജനത്തിലുണ്ട്, വനത്തിലില്ല. ഓക്കെ, ഇപ്പൊ ജനത്തിലുണ്ട്, വനത്തിലില്ല എന്ന് പറയുമ്പോ വായുമില്ല, നമ്മുമില്ല. അപ്പൊ ജനത്തിലും നമ്മുനെ നമ്മൾ ഒഴിവാക്കി. ബാക്കി എന്താ ഉള്ളത്? ജായാണുള്ളത്. അപ്പൊ നമുക്ക് കിട്ടി ടീച്ചറുടെ പേരെന്താണ്? റീച്ച എന്നാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതുപോലെ കൂട്ടുകാരുടെ പേരും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ ഒന്നും കഴിയില്ല അല്ലെ. ഒരു എക്സാമ്പിൾ ടീച്ചർ തന്നു. കാരണം എത്രയോ കൂട്ടുകാര്, 10,000 കൂട്ടുകാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പേര് എങ്ങനെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുക? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരേ പോലത്തെ വാക്കുകള്, അതായത് നിങ്ങളുടെ പേരിന്റെ ഫസ്റ്റത്തെ അക്ഷരം വരുന്ന അതിനോട് കൂടെ ഈ ഒരു മറീന, മദീന എന്നെടുത്ത പോലെ 2 വാക്കുകൾ എടുക്കുക. എന്നിട്ട് അതില് ഒന്നില് നിങ്ങളുടെ പേരിന്റെ ഫസ്റ്റത്തെ അക്ഷരം ഉണ്ടായിരിക്കണം, രണ്ടാമത്തതിലും ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ചെയ്ത് തന്നാൽ ഞാൻ നിങ്ങളുടെ പേരെന്താന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് എനിക്കത് കമന്റ് ചെയ്ത് തരണം. ഓക്കെ, അടുത്ത നോക്കാം. ഇന്ന് നമ്മളൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു അല്ലെ. ആരായിരുന്നു? നമ്മുടെ കരടിക്കുട്ടൻ. ഇപ്പോഴാണോ നമ്മൾ പരിചയപ്പെടുന്നത്? അല്ല, നമ്മുടെ 3ാം ക്ലാസ് തൊട്ടേ നമ്മുടെ കൂടെയുള്ള കരടിക്കുട്ടനാ. ആളൊരു വികൃതിക്കുട്ടനാണ് അല്ലെ. ഓക്കെ, അപ്പൊ മൂപ്പര് എന്താ ചെയ്തേ? കുറെ റോക്കറ്റ് പറത്തി വിട്ടു അല്ലെ. ക്ലാസ്സിലേക്ക് റോക്കറ്റ് പറത്തി വിടുന്നത് നല്ലതാണോ? അല്ല. പക്ഷെ ആ റോക്കറ്റില് കുറച്ച് കാര്യങ്ങൾ എഴുതിയിരുന്നു അല്ലെ. അമ്മോ, കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ടോ? ജസ്റ്റ് എനിക്ക് അറിയില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. തെറ്റിയിട്ടുണ്ടെങ്കിൽ കളിയാക്കരുത് കേട്ടോ. ഉരുളയുരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുളയുരുളുമോ ഉരുളിയുരുളുമോ. ഹാവു, എങ്ങനെയോ പറഞ്ഞു. അതേപോലെ ഒന്നും കൂടി ഉണ്ട്. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. നമ്മൾ പറയാറില്ലേ ടങ് ട്വിസ്റ്റർ, നാവ് വഴങ്ങുമോ? ആ ടൈപ്പിലുള്ള കുറച്ച് ഈ ഒരു പദങ്ങൾ നമ്മൾ പണ്ട് പറയാറുണ്ട്. പദങ്ങൾ ആവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന ഒരു പ്രത്യേക ഭംഗി കവിതയ്ക്കൊക്കെ കൊടുക്കുന്ന വാക്കുകളാണ് ഇവയൊക്കെ. ഇത് നമ്മൾ ഗെയിം ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ നിങ്ങളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം. ഒരു ലോഡ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് കണ്ടെത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരേണ്ടതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പേടിയാവുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം. നമ്മുടെ കരടിക്കുട്ടൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ പോവാൻ നേരം ആവുമ്പോഴേക്കും കരടിക്കൂട്ടം കുറെ വിഷമങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്നു, കാടൊക്കെ നശിപ്പിക്കുന്നു, നമ്മളൊക്കെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണല്ലേ. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സാറ്, ഒരു പുതിയ സാറിനെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. സാറ് ഒരു നല്ല കവിത നിങ്ങൾക്ക് ചൊല്ലി തന്നു അല്ലെ. നല്ല മനോഹരമായിട്ടുള്ള ഒരു കവിതയായിരുന്നു. അരുതരുത് വെട്ടരുത്, മരങ്ങളെ വെട്ടരുത് അല്ലെ. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. അപ്പൊ സ്കൂളൊന്നുമില്ല, സ്കൂളിൽ നിന്ന് തൈയൊക്കെ കിട്ടുമായിരുന്നു. പ്രാവശ്യം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എങ്കിലും കൂട്ടുകാരെല്ലാവരും ഒരു വീട്ടില്, നിങ്ങളുടെ വീട്ടിൽ ഒരു മരമെങ്കിലും നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യവും. അപ്പൊ സാറ് നമുക്ക് കവിത ചൊല്ലി തന്നു, പരിസ്ഥിതി, നമ്മളെ മരങ്ങളുടെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു തന്നു അല്ലെ. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് അല്ലെ. മരങ്ങളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക.
തയ്യാറാക്കണം. മരം, പ്രകൃതി, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഞാനൊരു ഔട്ട്ലൈൻ മാത്രമാണ് തരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒഴിവാക്കാം. സോ ഞാൻ തരുന്നത് അതേപോലെ ഒരിക്കലും കോപ്പി ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. ഞാൻ ജസ്റ്റ് ഒരു ഹെൽപ്പ് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. മരങ്ങൾ കടുത്ത മഴ മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പിനെ തടുത്തു നിർത്തുന്നു. കൃഷിസ്ഥലത്തിലേക്ക് വീശുന്ന കാറ്റിന്റെ വേഗതയും താപനിലയും കുറയ്ക്കുന്നതിനാൽ കൃഷിസ്ഥലത്തെ ജലബാഷ്പീകരണം കുറയാൻ ഇടയാക്കുന്നു. അതുകൊണ്ട് കൃഷിസ്ഥലത്തിന് ആവശ്യമായ വെള്ളത്തിന്റെ അളവിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുന്നു. ഓക്കെ, ആൻഡ് ഇന്ത്യയിൽ ഏതാണ്ട് 40 തരം പക്ഷികളുണ്ട്. അവയ്ക്ക് വേണ്ട വാസസ്ഥലം പരോക്ഷമായിട്ടാണെങ്കിൽ പോലും കൃഷിയിടങ്ങളിലുള്ള മരങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നത് മൂലം അവ ഈ ഇടങ്ങളിലുള്ള കീടങ്ങളെ ഭക്ഷിച്ച് ജീവിക്കാൻ ഇടവരുന്നു. അതുകൊണ്ട് കൃഷിക്കാരന് കീടനാശിനിക്കായി ചിലവാക്കേണ്ടി വരുന്ന പണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു. പല കീടനാശിനികളും മാരകമായ രോഗങ്ങൾക്ക് കാരണഹേതുവാണ് താനും. മരങ്ങൾ എല്ലായിടത്തും കാർബൺ ഡൈ ഓക്സൈഡിനെ വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കുന്നു. അതിനാൽ തന്നെ അവ ഓക്സിജൻ പുറത്തുവിടുന്നത് കൊണ്ട് നമുക്ക് ആവശ്യമായ ജീവശ്വാസം ലഭിക്കുന്നു. പരിസ്ഥിതിയിലെ ഘടകങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നതെന്ന് നാം കണ്ടുവല്ലോ. ഭൂമിയിലെ ജീവികൾ തമ്മിലുള്ള ഈ പരസ്പര ബന്ധത്തെ പറ്റിയുള്ള അറിവ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന കാര്യങ്ങളിൽ ജാഗരൂകരാകാൻ നമ്മെ സഹായിക്കുന്നു. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങൾ നൽകി വരുന്നത് നമ്മുടെ പ്രകൃതിയാണ്. ആദ്യകാലങ്ങളിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന ഒരു ജീവിതമാണ് മനുഷ്യൻ നയിച്ചിരുന്നത്. എന്നാൽ കാലം കഴിയും തോറും പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ അടുപ്പം കുറഞ്ഞു വരികയാണ്. പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുന്നത് തന്നെ ഇതിന് കാരണം. മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം ഇന്ന് പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിൽ ആയിരിക്കുന്നു. പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ കടന്നാക്രമണങ്ങൾ ഇന്ന് ലോകമെങ്ങും വ്യാപകമായിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുരോഗതിയും ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തിടുക്കവും മനുഷ്യനെ പ്രകൃതിയുടെ ശത്രുവാക്കി മാറ്റി. പ്രകൃതി സമ്പത്തായ വനങ്ങളും വന്യജീവികളും ഇന്ന് പുരോഗതിയുടെ പേരിൽ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വ്യവസായങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഫലമായി നദികളും മറ്റ് ജലാശയങ്ങളും മലീമസമായി തീരുന്നു. പരിസ്ഥിതിക്ക് നേരെയുള്ള നമ്മുടെ വിവേകശൂന്യമായ ഇടപെടലുകൾ ഇനിയും തുടർന്നാൽ അത് പ്രകൃതിയുടെ മാത്രമല്ല മനുഷ്യവർഗത്തിന്റെ തന്നെ പൂർണ്ണമായ നാശത്തിലാണ് അവസാനിക്കുക. നാം ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നും വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കാട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കൂട്ടിച്ചേർക്കാൻ തോന്നുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം. അങ്ങനെ എപ്പോഴും മാറ്റി നമുക്ക് എന്ത് സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും മാറ്റങ്ങൾ വരുത്തി എഴുതാൻ വേണ്ടിയിട്ട് നമുക്കൊരു കഴിവുണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇനി നമ്മുടെ ഒരു ടങ് ട്വിസ്റ്റേഴ്സ്, നാവ് വഴങ്ങുമോ, കൂടുതൽ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ അതിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി എനിക്ക് എന്തൊക്കെ തെറ്റുകൾ പറ്റുന്നത് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ആരും കളിയാക്കരുത് കേട്ടോ. നമ്മുടെ കരടിക്കുട്ടന് പറഞ്ഞതുപോലെയുള്ള കുറച്ച് കുഴപ്പിക്കുന്ന കുറച്ച് വാക്കുകൾ നോക്കാം. ഓക്കെ, ആദ്യത്തതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും. ചെറിയ ചെറിയ വാക്കുകളാണ്. ഉരുളിയിൽ ഒരുരുള, വളരെ സിമ്പിളാണ്. ആന അലറലോടലറി. തെങ്ങടരും മുരടലൂല. തെങ്ങടരും മുരടലൂല. ഓക്കെ, എനിക്ക് കിട്ടുന്നില്ല. നിങ്ങളെല്ലാം വായിച്ചു നോക്കൂട്ടോ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. വരൾച്ച വളരെ വിരളമാണ്. പേരുമണി, പണി മണ്ണുപണി. അറയിലെ ഉരിതൈര്. ഓക്കെ, അരമുറം താള്, ഒരു മുറം പൂള്. പാറമ്മേൽ പൂള, പൂളമ്മേൽ പറ. അടുത്ത നോക്കാം. അലറലോടലറലാ നാലയിൽ കാലികൾ. ഓക്കെ, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. സൈക്കിൾ റാലി പോലെ നല്ല ലോറി റാലി. ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. തച്ചൻ ചത്ത തച്ചത്തി, ഒരു തടിച്ചി തച്ചത്തി. രാമമൂർത്തിയുടെ പൂർത്തപുത്രൻ കൃഷ്ണമൂർത്തി. തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി.
10 പച്ചത്തത്ത പച്ചപ്പുല്ലിൽ ചത്തൊത്തിരുന്നു. ഹാവൂ. അടുത്ത് നോക്കാം. ഇത് ഞാൻ കുറെ വെച്ചു എന്നുള്ള ഉത്തരവൊന്നും എഴുതണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് രസകരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. ചെറുപയർ മണി ചെറുത്, ചെറു കിണർ പട ചെറുത്, പച്ച 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 തെച്ചിക്കോല് പറ്റേ ചെത്തി ചേറ്റിൽ പൂഴ്ത്തി, അരയാൽ അരയാൽ ആലരയാലി പേരാലരയാലൂരലയാൽ. ഓക്കെ, കളകളം ഇളകും ഒരു അരുവിയിലല്ല കളിലൊരു കുളിലൊരു പുളകം. അടുത്തത് എനിക്ക് കിട്ടില്ല. കരളിനു മലരിതളുതിരുമൊരളകിലും മിളകിയ ചുരുളലകം. ഓക്കെ, വടുതല വളവിൽ ഒരു അഥള മരത്തിൽ 10-25 ഒതളങ്ങ. നെക്സ്റ്റ്, ഇതുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കണ്ടതാണ്. ഉരുളയുരുട്ടി ഉരുളിയിൽ ഇട്ടാൽ ഉരുളയുരുളുമോ ഉരുളി ഉരുളുമോ. ആലപ്പുഴ അങ്ങാടിയിൽ 6-ാം നാൾ ഉച്ചയ്ക്ക് ആറാണീനെ യറുത്തു. ഓക്കെ, ആറാണീനെ അറുത്തു. ഓക്കെ, അടുത്തത് നോക്കാം. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. ഓക്കെ, തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. ഒരു പരരുളുലൻ പയറുരുട്ടി ഉരലയിൽ വെച്ചാൽ ഉരലുരുളുമോ പലരുരുളുമോ. അരുതരുതു കുതിരേ മുതിരരുതു കുതിരേ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുതു കുതിരേ. ഓക്കെ, ലാസ്റ്റ് വൺ. ആലത്തൂരെ പാലത്തിന്മേൽ 60 ചെറുമികൾ 60 ചെറുപയർ എണ്ണിയെടുത്ത് വറുത്തു പൊടിച്ചാൽ അക്കറിയൊത്ത് പൊടിക്കറിയുണ്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോയി കുറച്ച് വെള്ളം കുടിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.